അഡ്വക്കേറ്റ് നിയാസ്, താങ്കൾ നേരത്തെ പറഞ്ഞു മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ചെന്നായിയുടെ കഥ പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ആർ വി ബാബു ഇവിടെ പരാമർശിക്കേണ്ടേ. നോക്കൂ, ഇന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ജോർജ് സോറോസ് ഫൗണ്ടേഷനിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചത് താങ്കളുടെ നേതാവാണ്, സോണിയയാണ് സർ. മാത്രമല്ല, ഈ രാജ്യത്തെ ഛിന്ന ഭിന്നമാക്കാൻ വേണ്ടി ഒളിഞ്ഞും തെളിഞ്ഞും ശ്രമിക്കുന്ന ശക്തികളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നതും നിങ്ങളുടെ പാർട്ടിയാണ്. വിദേശത്ത് പോയി ഈ രാജ്യത്തിനെതിരെ ഏറ്റവും ശക്തമായി സംസാരിക്കുന്ന വ്യക്തി താങ്കളുടെ നേതാവാണ്. അദ്ദേഹം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അപ്പോൾ ഈ മുട്ടനാടുകളുടെയും അതുപോലെ ചെന്നായുടെയും കാര്യം സൂചിപ്പിച്ചത് നന്നായി. ആ റോൾ ആരാണ് കൃത്യമായിട്ട് നിർവഹിക്കുന്നതെന്ന് ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം. അഡ്വക്കേറ്റ് നിയാസ്. നമുക്ക് താങ്കൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. അതിനു മുമ്പ് ഞാൻ യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് മെമ്പറായി കുറച്ചു കാലം വർക്ക് ചെയ്തതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ അധ്യാപകരോടും പ്രത്യേകിച്ച് പ്രൊഫസർ തസ്തികയിൽ ഇരിക്കുന്ന ആളുകളോടൊക്കെ ബഹുമാനവും അവരുടെ പ്രവർത്തനവും അവരുടെ ഉപദേശങ്ങളും അവരുടെ ജ്ഞാനവും അത് രാജ്യത്തിൻ്റെ പുതിയ തലമുറയ്ക്ക് ഗുണകരമാകുമെന്നൊക്കെ ബഹുമാനിക്കുന്ന ആളാണ് പ്രൊഫസർമാർ. പക്ഷേ സ്റ്റാൻലി സെബാസ്റ്റ്യൻ അങ്ങ് പ്രൊഫസർമാർക്ക് അപമാനമാകുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഇവിടെ നടത്തുന്നത് 10 വെള്ളിക്കാശിന് യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത യൂദാസിനേക്കാളും തരംതാഴ്ന്ന രീതിയിൽ ഈ BJP കൈയിട്ട് തരുന്ന എന്തെങ്കിലും നക്കാപ്പിച്ചയ്ക്ക് വേണ്ടി ഈ ഒരു സമുദായത്തെയും ഈ രാജ്യത്തിൻ്റെ പരിപാവനമായ മതേതരത്വത്തെയും ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്ന നിലപാടിലേക്ക് 10 വെള്ളിക്കാശിന് വേണ്ടി താങ്കളെപ്പോലുള്ള ആളുകൾ പോകുന്നത് തുപ്പൽ ബിരിയാണിയൊക്കെ വീട്ടിൽ വെച്ചോണ്ടാ മതി. തുപ്പൽ ബിരിയാണി വീട്ടിൽ വെച്ചോണ്ടാ മതി. താങ്കളിലേക്ക് വരാം ഞാൻ. തുപ്പൽ ബിരിയാണി കൊണ്ട് എന്റെ അടുത്തോട്ട് വന്നിരിക്കുന്നു. തുപ്പൽ ബിരിയാണി പ്ലീസ്. സ്റ്റാൻലി, താങ്കൾ ഒരു പ്രൊഫസർ എന്നുള്ള നിലയ്ക്കെങ്കിലും താങ്കൾ ഇതുപോലെ നേതാവിനെ പോലെ സംസാരിക്കുന്നത് ഞാൻ പറയുന്നതൊന്ന് മാനിക്കൂ താങ്കൾ, പ്ലീസ്. ദയവ് ചെയ്തിട്ട് താങ്കളിലേക്ക് ഞാൻ വരാം. അതിനുശേഷം താങ്കൾക്ക് പറയാനുള്ളത് പറയാം. പ്രൊഫസർ നിയാസ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയായില്ല കേട്ടോ. കോൺഗ്രസിനെ വിമർശിക്കുന്നവരൊക്കെ 10 കാശും വാങ്ങിയാണ് വിമർശിക്കുന്നതെന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് താങ്കൾ അത് പിൻവലിക്കണം. ദാറ്റ്സ് നോട്ട് ഫെയർ. താങ്കളെപ്പോലുള്ള ഒരാൾ അങ്ങനെ പറയരുത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം. ഇതുപോലെ കേക്ക് ജനം TV-യിൽ ഇതുപോലെ ഒരു സമുദായത്തെ അടച്ചാക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ അത് താങ്കളുടെ താല്പര്യമുള്ള സമുദായമല്ലാത്തത് കൊണ്ട് അത് വർഗീയമായി താങ്കൾക്ക് സന്തോഷമുണ്ടാകുന്നുവെങ്കിൽ എന്നെപ്പോലുള്ള മതേതര വിശ്വാസികൾക്ക് ഏത് സമുദായത്തെക്കുറിച്ചും ഇതുപോലെ മ്ലേച്ഛവും മോശവുമായ പദപ്രയോഗങ്ങൾ താങ്കളെപ്പോലെയുള്ള ജനം TV എന്ന് പറയുന്നത് ദേശീയ ചാനലായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് വരുന്നത്. അല്ലാതെ ഇത് സംഘപരിവാറിൻ്റെ ചാനലാണെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല. ദേശീയ കാഴ്ചപ്പാടുള്ള ഒരു ദേശീയ പാർട്ടിയുടെ ചാനലാണെന്നാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇതുപോലെയുള്ള മ്ലേച്ഛമായ പദങ്ങൾ ഉപയോഗിച്ച് ആളുകളോട് വളരെ മോശമായി പെരുമാറുന്ന ഒരു രീതി ശരിയല്ല. എനിക്ക് പ്രൊഫസർ സ്റ്റാൻലി സെബാസ്റ്റ്യനോട് ഓർമ്മിപ്പിക്കാനുള്ളത് സ്റ്റാൻലിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. അങ്ങയുടെ നാമധാരം ഉള്ള ഒരു സമുദായം അങ്ങ് മണിപ്പൂരിൽ 478 സ്ഥാപനങ്ങൾ, പള്ളികൾ പൊളിച്ച് ക്രൈസ്തവ വിശ്വാസികളെ പരസ്യമായി വെടിവെച്ച് കൊല്ലുകയും ചവിട്ടിക്കൊല്ലുകയും അവരെ മാനഭംഗപ്പെടുത്തുന്ന സ്ത്രീകൾ സ്വന്തം അമ്മയുടെയും അച്ഛൻ്റെയും മുമ്പിൽ വെച്ച് മാനഭംഗപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി 1.5 കൊല്ലമായി അവിടേക്ക് വരാതെ അവിടെ ഭരിക്കുന്ന ഒരു BJP സർക്കാരിനെ നിലക്ക് നിർത്തി തീരുമാനമെടുക്കാൻ കഴിയാത്ത ഈ രാജ്യത്തെ നിരവധികളായ ന്യൂനപക്ഷ ക്രൈസ്തവ കോൺവെന്റുകളും സ്ഥാപനങ്ങളും അത് പല പേരുകളിൽ ഹിന്ദു സർഗ സംഘടനകൾ ആക്രമിച്ച് കൊന്നപ്പോൾ അത്തരത്തിലുള്ള
അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായപ്പോൾ പോലും മിണ്ടാത്ത താങ്കൾ ഇന്ന് എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് ഞാൻ ചോദിച്ചു പോയെങ്കിൽ അത് സാധാരണ ഈ ശബ്ദം കേൾക്കുന്ന താങ്കളുടെ സംസാരം കേൾക്കുന്ന എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ് എന്നാണ്. എനിക്കേതായാലും ഒരു കാര്യം എനിക്ക് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി മുതൽ അനിൽ നമ്പ്യാർ ഞങ്ങളുടെ KPCCയോട് ആവശ്യപ്പെടുമ്പോൾ ഇതുപോലെയുള്ള നല്ല ആളുകൾ ആണ് ചർച്ചയ്ക്ക് വരുന്നതെങ്കിൽ ഞങ്ങൾ താങ്കളുടെ ചാനൽ ചർച്ചയിൽ ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾ ഔദ്യോഗികമായി താങ്കളെ അറിയിക്കുന്നതായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. താങ്കൾ ഇവിടെ ബാബു ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുകയാണ്. പ്രിയപ്പെട്ട ബാബു, താങ്കളെ എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ ജില്ലക്കാരനാണ്. ആ നിലയ്ക്ക് താങ്കളെ വളരെ കുട്ടിക്കാലം മുതൽ അറിയുന്ന ഒരാളാണ്. സംഘ RSSനും സർസംഘ പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിട്ട് നിൽക്കുന്ന അങ്ങ് ഒരു അധികാരമോഹിയല്ല എന്ന് എനിക്കറിയാം. പക്ഷെ അങ്ങ് നിൽക്കുന്ന പ്രസ്ഥാനം അധികാരത്തിലേക്ക് BJP കയറ്റുന്നതിന് വേണ്ടി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമായി അത് വിശേഷിക്കപ്പെടുന്നുവെങ്കിൽ അതിന് എന്നെ കുറ്റം പറയാൻ കഴിയില്ല. ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് പറഞ്ഞുകൊണ്ടുവന്നത് എന്താ? ഈ രാജ്യത്ത് വഖഫ് എന്ന് പറയുന്നത് രാജ്യദ്രോഹമായ നടപടിയിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിലേക്ക് പോകുന്നു എന്ന രീതിയിലൊക്കെ താങ്കൾ പറഞ്ഞു വെച്ചാൽ അത് വലിയ സങ്കടമാണ്. ലീഗിൻ്റെ തടവറയിലാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ താങ്കൾ ആലോചിക്കണം. ഈ രാജ്യത്ത് ഇന്ത്യ രാജ്യം ഒരുപോലെ അഖണ്ഡ ഭാരതമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ശ്രമിച്ചപ്പോൾ അന്നത്തെ ഹിന്ദു പരിഷത്തും അതുപോലെ തന്നെ അന്നത്തെ ഹിന്ദു മഹാസഭയും അന്നത്തെ ജനസംഘവും ഒക്കെ അന്ന് ഉണ്ടാക്കിയ പുകിലുകൾ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഒടുവിൽ ഗത്യന്തരമില്ലാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള മധ്യസ്ഥ നിലപാട് പിന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർ എടുത്തപ്പോൾ ഗതിയില്ലാതെ ഞങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വന്നു എന്നത് ചരിത്രം താങ്കളെ ഞാൻ പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. എന്നിട്ടും ഇപ്പോൾ പറയുന്നത് RSSൻ്റെ നിലപാട് വർഗീയ നിലപാട്. അങ്ങ് പറഞ്ഞല്ലോ ഇവിടെ ഹിന്ദുത്വത്തെക്കുറിച്ച്. അങ്ങ് ലോകോ സമസ്തോ സുഖിനോ ഭവന്തു. എന്താണ് ബാബു? സമസ്ത ലോകങ്ങളും സുഖത്തോടും സന്തോഷത്തോടു കൂടി കഴിയണമെന്ന് പറയുന്ന ഒരു ലോകത്തിൻ്റെ മുമ്പിൽ വെച്ച ആശയം വെച്ച ഹിന്ദുത്വം ഇവിടുത്തെ മുസ്ലിങ്ങളെ മുഴുവനും അടിച്ചു ശരിയാക്കണം, ക്രിസ്ത്യാനികളെ മണിപ്പൂരിലുള്ള ക്രിസ്ത്യാനികളെയും മറ്റ് ക്രിസ്ത്യൻ ദേവാലയങ്ങളെയും ശരിയാക്കണം എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ ഹിന്ദുത്വം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഞങ്ങൾ പറയുന്നു സനാതന ഹിന്ദുവിനെ വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ഹേ റാം എന്ന് മരിക്കുമ്പോൾ ഹൈന്ദവ തീവ്രവാദികൾ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലുമ്പോഴും മരണിക്കുമ്പോൾ അവസാനത്തെ വാക്കും ഹേ റാം എന്ന് പറഞ്ഞ ഒരു ഗാന്ധിജി എന്ന് പറയുന്ന സനാതന ഹിന്ദുവിൻ്റെ സനാതന ഹിന്ദുത്വം അത് അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതുകൊണ്ട് ഞങ്ങളെ അങ്ങ് ദയവായി ഞങ്ങളെ മതേതരത്വം പഠിപ്പിക്കേണ്ട. അങ്ങേക്കാൾ കൂടുതൽ സനാതന ഹിന്ദുത്വത്തെ ഗാന്ധിജിയുടെ സനാതന ഹിന്ദുത്വമായി മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാവുന്നുണ്ട്. പഞ്ചാബിലെ കൂട്ടക്കൊലയെ കുറിച്ച് പറയുന്നില്ല, മാത്രമല്ല ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയെക്കുറിച്ചും പറയുന്നില്ല. എവിടെയാ സാർ? ഞാൻ പറയാം. പാർട്ടി എവിടെ സാർ? ഞാൻ അതും പറയാം. പഞ്ചാബ് നിങ്ങൾ കേക്ക്. ഞാൻ പറയാം. പഞ്ചാബ് ഖലിസ്ഥാൻ എന്ന് പറയുന്ന രീതിയിൽ ഇന്ത്യ രാജ്യത്തെ വിഭജിച്ച് പഞ്ചാബ് ഉണ്ടാക്കണം, ഖലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനെ അംഗീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. അതിന് ഇന്ത്യ രാജ്യത്തെ ഹൃദയത്തിൽ വെച്ച് മുന്നോട്ട് പോകുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന രാഷ്ട്ര മാതാവിന് അതും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അംഗീകരിക്കാൻ കഴിയൂ? അതിന് ഞങ്ങൾക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ, ഭാരതത്തിന്റെ ഏറ്റവും വലിയ അഭിമാനമായ ഒരു മിനിറ്റ് ഇന്ദിരാഗാന്ധിയെ ഞങ്ങൾക്ക് വില കൊടുക്കേണ്ടി വന്നു. ആ വിലയുടെ അടിസ്ഥാനത്തിൽ അവിടെ ഒരു സഡൻ പ്രൊവോക്കേഷൻ ഉണ്ടായപ്പോൾ ഞങ്ങൾ അതിനെ ന്യായീകരിച്ചില്ലല്ലോ. ഇന്ത്യയിലെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 നേതാക്കന്മാരെ അത് നിയമത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായവരാണ് ഞങ്ങൾ. അവരെ ജയിലിൽ അടയ്ക്കുമ്പോൾ അവർക്ക് നിയമപരമായ ഒരു സഹായം നൽകാതെ അവർ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുമ്പോൾ അത് കൈയും കെട്ടി നോക്കാൻ താല്പര്യം കാണിച്ച ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ താങ്കൾക്കൊന്നും ജപിക്കാൻ പോലും കഴിയില്ല. പിന്നെ താങ്കൾ പറഞ്ഞോ ന്യൂനപക്ഷ വേട്ട. താങ്കൾ ഓർമ്മിപ്പിച്ചത് നന്നായി. പ്രിയപ്പെട്ട ബാബു, ഞാനും താങ്കളും ഇത് മാത്രമായി വിഷയമെടുത്താണല്ലോ. ന്യൂനപക്ഷ വേട്ട അത് ഇന്ത്യയിലാണെങ്കിലും മണിപ്പൂരിലാണെങ്കിലും കാശ്മീരിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും ലോകത്തെവിടെയാണെങ്കിലും അത് ന്യൂനപക്ഷ വേട്ട ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഭൂരിപക്ഷത്തിൻ്റെ ഒരു സാഡിസ്റ്റ് നിലപാട്, അല്ലെങ്കിൽ വളരെ വളരെ ചെകുത്താൻ നിലപാട്, അത് തെറ്റാണ് എന്ന് ബോധ്യമുള്ളവരാണ്. അത് ബംഗ്ലാദേശിൽ മാത്രം പോരാ, അത് മണിപ്പൂരിലും വേണം, അത് ഗുജറാത്തിലും വേണം, അത് കാശ്മീരിലും വേണം. ഞാനൊരു കാര്യം പറയാം. ഞങ്ങൾക്ക് പറയാലോ, എന്റെ പ്രിയപ്പെട്ട ഒരു മിനിറ്റ്
ഒരു മിനിറ്റ് പ്രിയപ്പെട്ട അനിൽ നമ്പ്യാരെ, അവിടത്തേത് 100% ചർച്ച ചെയ്യണം. പക്ഷേ എന്തേ ഇന്ത്യയിലെ മണിപ്പൂർ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് മടി? എന്തേ ഇന്ത്യയിലെ ഗുജറാത്തിലെ ഈ ഗോദ്ര കലാപത്തോട് തുടർന്നുണ്ടായിരുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് മടി? എന്തേ ഇന്ത്യയിലെ ആൾക്കൂട്ട കൊലപാതകത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് മടി? എന്തേ നിങ്ങൾക്ക് സമ്പലിലെ കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് മടി? അവിടെ 4 പേരെ വെട്ടിക്കൊന്നതിന്റെ പേരിൽ 4 പേരെ കൊല നടത്തിയ ആളുകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ എന്തേ ഇന്ത്യയുടെ പാർലമെന്റ് അവസരം? അപ്പൊ ന്യൂനപക്ഷ പീഡനം ആയിക്കോട്ടെ, ചർച്ച ചെയ്യാൻ എന്താണ് മടി? ചർച്ച ചെയ്യാൻ എന്താണ് മടി? അവിടെ നിങ്ങൾക്ക് ന്യൂനപക്ഷം, ഞാൻ അനിലെ ന്യൂനപക്ഷ പീഡനം അത് തെറ്റാണ്. അത് തുടക്കം മുതൽ ഒടുക്കം വരെ അത് മുളയിലെ നുള്ളണം എന്ന് തീരുമാനമെടുക്കുന്നു ഞങ്ങൾ. നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? നെഞ്ഞത്ത് കൈവച്ച് RV മുഹമ്മദിന് പറയാൻ കഴിയുമോ ന്യൂനപക്ഷ പീഡനം തെറ്റാണ് എന്ന് പറയാൻ സാധിക്കുമോ? ഇന്ത്യയിലെ വിവിധ ഗ്രാമങ്ങളിൽ, ഇന്ത്യയിൽ മണിപ്പൂരിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഗ്രാമങ്ങളിൽ നടക്കുന്ന ന്യൂനപക്ഷ പീഡനങ്ങൾ, ഇന്ത്യയിലെ നിരവധികളായ ക്രൈസ്തവ ദേവാലയങ്ങൾ അടിച്ചു തകർത്തത്, ഇന്ത്യയിലെ നിരവധികളായ ആളുകളെ പശുവിറച്ചി തിന്നു എന്നതിന്റെ പേരിൽ തച്ചുകൊന്നത്, ഇതൊക്കെ ന്യൂനപക്ഷ പീഡനമാണ് എൻ്റെ അനിലെ. അത് ബാബുവിന് പറയാൻ കഴിയില്ല. ബാബുവിന്റെ കണ്ണ് മഞ്ഞപ്പിത്തം മഞ്ഞളിച്ചതുകൊണ്ട് എല്ലാം മഞ്ഞയായി തോന്നുള്ളൂ. താങ്കൾ അങ്ങനെയല്ല. താങ്കൾക്ക് അത് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, അത് ബംഗ്ലാദേശിലാണെങ്കിലും മണിപ്പൂരിലാണെങ്കിലും, അത് ഹരിയാനയിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും, അത് UP-യിലാണെങ്കിലും, എവിടെയും ന്യൂനപക്ഷ വേട്ട, അത് ന്യൂനപക്ഷ പീഡനം, ന്യൂനപക്ഷ ഭരണകൂടമായിട്ടുള്ള ആളുകൾ നടത്തുന്ന ന്യൂനപക്ഷ പീഡനങ്ങൾ, അത് പീഡനങ്ങളായി കൈകാര്യം ചെയ്യുവാൻ ഇന്ത്യയിലെ BJP-യും സംഘങ്ങളും തയ്യാറായി മുന്നോട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങളെ പൂവിട്ട് ഞങ്ങളെ അനുമോദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. നിങ്ങൾ അവിടെ നടക്കുന്നത് ന്യൂനപക്ഷ പീഡനം, അവിടെ അഫ്ഗാനിസ്ഥാനിൽ ന്യൂനപക്ഷ പീഡനം നടക്കുന്നു, പാകിസ്ഥാനിൽ ന്യൂനപക്ഷം നടക്കുന്നു. ഇന്ത്യയിൽ ന്യൂനപക്ഷത്തിന്റെ ആരാച്ചാരന്മാരായി, ന്യൂനപക്ഷങ്ങളെ കൊന്നുകൊടുക്കുന്ന ആരാച്ചാരന്മാരായി മാറുന്ന നിങ്ങളുടെ മനുഷ്യത്വ സ്നേഹം, ന്യൂനപക്ഷ സ്നേഹം എല്ലാ മേഖലയിലും എനിക്ക് പറയാനുള്ളൂ. ന്യൂനപക്ഷങ്ങൾക്ക് BJP സർക്കാരിനെ കുറിച്ച് അങ്ങനെ ഒരു പരാതിയില്ല. UP-യിലെ വിജയമൊക്കെ അറിയാലോ. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ മാത്രമേ പറ്റൂ. സ്വന്തം മുഖം നഷ്ടപ്പെട്ട, കണ്ണാടിയിൽ പോയി മുഖം നഷ്ടപ്പെട്ട ആളുകൾക്കേ പറ്റൂ.